Are you an IELTS aspirant and struggling with your reading section? Then you are not alone. ഒരുപാട് ടെസ്റ്റ് ടേക്കേഴ്സ് റീഡിംഗ് സെക്ഷൻ പാടായിട്ട് പറയാറുണ്ട്. കാരണം all of them make lot of common mistakes. അപ്പോൾ അങ്ങനത്തെ കുറേ കോമൺ മിസ്റ്റേക്സും അതെങ്ങനെ അവോയ്ഡ് ചെയ്യണം എന്നുള്ളതും നമുക്കിത് നോക്കിയാലോ. ഹായ്, മൈ നെയിം ഇസ് പാർവതി ആൻഡ് ഐ എം വൺ ഓഫ് ദി IELTS ഫാക്കൽറ്റീസ് അറ്റ് Xylem Learning. അപ്പോൾ നമുക്കത് നോക്കാം. കോമൺ മിസ്റ്റേക്സ് ഇൻ റീഡിംഗ്. ഫസ്റ്റ് ആൻഡ് മേജർ മിസ്റ്റേക്ക്, നോട്ട് റീഡിംഗ് ദി ഇൻസ്ട്രക്ഷൻസ് കെയർഫുള്ളി. നമ്മൾ ഒരു റീഡിംഗ് പാസേജിൽ ഏറ്റവും ആദ്യവും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും ചെയ്യേണ്ട കാര്യം റീഡ് ദ ഇൻസ്ട്രക്ഷൻസ് പ്രോപ്പർലി എന്നുള്ളതാണ്. ഒരു പാസേജിലെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, വിച്ച് ഇസ് ദിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്നെല്ലാം അറിയാൻ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് വായിച്ചാൽ മതി. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ റീഡിങ്ങിൽ നമുക്ക് ട്രൂ ഫോൾസ് ക്വസ്റ്റ്യൻ ഉണ്ട്, MCQ ഉണ്ട്, മാച്ചിങ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, കംപ്ലീഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിൽ ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഈ പാസേജിൽ ചോദിച്ചിരിക്കുന്നത്, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ ഫോളോ ചെയ്യണം എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മളുടെ ഇൻസ്ട്രക്ഷൻസിൽ കൊടുക്കും. സോ ഓൾവേസ് ഫോളോ ദി ഇൻസ്ട്രക്ഷൻസ് പ്രോപ്പർലി. അതുപോലെ നമ്മളുടെ കംപ്ലീഷൻ ക്വസ്റ്റ്യൻസിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ഇൻസ്ട്രക്ഷനാണ് നമ്മൾ ഈ സ്ലൈഡിൽ കാണുന്നത്. എക്സാമ്പിൾ, നോ മോർ ദാൻ 2 words and or a number. ഓക്കെ, ഇത് സ്ഥിരമായി കംപ്ലീഷൻ ക്വസ്റ്റ്യൻസിൽ വരുന്ന ഒരു ഇൻസ്ട്രക്ഷനാണ്. അപ്പോൾ ഇവിടെ എന്താണ് ഈ ഇൻസ്ട്രക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് വേർഡ് കൗണ്ട്. യെസ്, കംപ്ലീഷൻ ക്വസ്റ്റ്യൻസിൽ വേർഡ് കൗണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്ത് വേർഡ് കൗണ്ടിൽ കവിയാതെ എപ്പോഴും എഴുതുക. ബിക്കോസ് ദിസ് ഇൻസ്ട്രക്ഷൻ സേസ് ഇറ്റ് ഇസ് നോ മോർ ദാൻ 2 words and or a number എന്നായതുകൊണ്ട് നിങ്ങളുടെ ആൻസർ 2 wordsഉം ഒരു നമ്പറിലും കൂടാൻ പാടില്ല. സോ യുവർ ആൻസർ ക്യാൻ ബി 2 words ആൻഡ് എ നമ്പർ ഓർ 2 words മാത്രം അല്ലെങ്കിൽ ഒരു നമ്പർ മാത്രം. അതിൽ കൂടാൻ പാടില്ല. ബിക്കോസ് ഇറ്റ് ഇസ് നോ മോർ ദാൻ 2 words ആൻഡ് or a number. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇൻസ്ട്രക്ഷൻസ് വേർഡ് കൗണ്ട് തരുന്ന ഇൻസ്ട്രക്ഷൻസും ഉണ്ടാവും. അപ്പോൾ അത് എല്ലാം കൃത്യമായി ഫോളോ ചെയ്യുക. പിന്നെ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ MCQൻ്റെ ക്വസ്റ്റ്യൻസിൽ നമുക്ക് സിംഗിൾ ആൻസർ MCQസും മൾട്ടിപ്പിൾ ആൻസർ MCQസും ഉണ്ട്. സോ ഇഫ് ഇറ്റ് ഇസ് എ സിംഗിൾ ആൻസർ MCQ, യുവർ ഇൻസ്ട്രക്ഷൻ വിൽ സേ ചൂസ് 1 letter. ആൻഡ് ഇഫ് ഇറ്റ് ഇസ് മൾട്ടിപ്പിൾ ആൻസേഴ്സ്, യുവർ ഇൻസ്ട്രക്ഷൻസ് വിൽ സേ ചൂസ് 2 letters ഓർ ചൂസ് 3 letters. അപ്പോൾ ഒരു മൾട്ടിപ്പിൾ ആൻസർ MCQ ആണ് എന്നിട്ട് നമ്മൾ ഒരു ആൻസറെ ചൂസ് ചെയ്തുള്ളെങ്കിൽ നിങ്ങളുടെ ആൻസർ റോങ് ആവും ഒബ്വിയസ്ലി. കാരണം നിങ്ങളുടെ ആൻസേഴ്സ് 2 അല്ലെങ്കിൽ 3 ഓപ്ഷൻസ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ ഇൻസ്ട്രക്ഷൻസിൽ എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും പറയും. അപ്പോൾ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മാർക്ക് ലൂസ് ചെയ്യും. സോ ഓൾവേസ് റീഡ് ആൻഡ് ഫോളോ ദ ഇൻസ്ട്രക്ഷൻസ് പ്രോപ്പർലി. ഓക്കെ, അതുപോലെ വേറൊരു കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്കാണ് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ. സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ എല്ലാത്തിലും ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? അത് ഏത് മൊഡ്യൂൾ ആണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ റീഡിങ്ങിലും സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങളൊരു ആൻസർ എഴുതി നിങ്ങളുടെ ആൻസർ ശരിയാണെങ്കിലും നിങ്ങൾക്ക് അതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടെങ്കിൽ യുവർ ആൻസർ വിൽ ബി കൗണ്ടഡ് റോങ്. ഫോർ എക്സാമ്പിൾ, ബ്രീഫ് എന്നൊരു ആൻസറാണ്. അതിന് നിങ്ങൾ BREIF എന്ന് എഴുതിയാൽ യുവർ ആൻസർ വിൽ ബി റോങ്. കാരണം കറക്റ്റ് സ്പെല്ലിംഗ് അല്ല. അതുപോലെ തന്നെ ഗ്രാമറും ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രാമാറ്റിക്കൽ കറക്റ്റ്നെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? കംപ്ലീഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പം സപ്പോസ് നമ്മളുടെ പാസേജിൽ ഒരു സെൻറ്റൻസ് പാസ്റ്റ് ടെൻസിലാണ് തന്നിരിക്കുന്നത്, പക്ഷേ നമ്മളുടെ ക്വസ്റ്റ്യനിൽ വന്നപ്പം അല്ലെങ്കിൽ നമ്മളുടെ സ്റ്റേറ്റ്മെൻറ്റ് വന്നപ്പം അത് മറ്റൊരു ടെൻസിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ടെൻസിലേക്ക് അഡാപ്റ്റ് ചെയ്ത് വേണം നമ്മൾ ആൻസർ എഴുതാൻ. അല്ലെങ്കിൽ ടെൻസ് ഫോം തെറ്റുമ്പം അതിലൊരു ഗ്രാമാറ്റിക്കൽ കറക്റ്റ്നെസ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആൻസർ റോങ് ആയി പോകും. അപ്പോൾ ഗ്രാമറും വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഗ്രാമറിൽ വീണ്ടും പിന്നെയും നമ്മൾ വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ് സിംഗുലർ ആൻഡ് പ്ലൂറൽ ഒക്കെ. അപ്പോൾ പാസേജിൽ സിംഗുലർ തന്നിട്ട് നിങ്ങൾ ആൻസർ പ്ലൂറൽ എഴുതിയാൽ, ഫോർ എക്സാമ്പിൾ ബുക്ക് എന്നുള്ളത് നിങ്ങൾ ബുക്സ് എന്ന് എഴുതിയാലും ആൻസർ റോങ് ആയിട്ടേ കൗണ്ട് ചെയ്യുള്ളൂ. കാരണം ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ റീഡിങ്. സോ എസ്പെഷ്യലി വെൻ യുവർ റീഡിങ് പാസേജ് ഇറ്റ് സെൽഫ് ഹാസ് ദി ആൻസർ. പാസേജിൽ തന്നെ ആൻസർ ഉണ്ട്, നമ്മളത് നോക്കിയും കൂടെയാണ് എഴുതുന്നത്. അപ്പോൾ ഒരു കാരണവശാലും വി ഷുഡ് നോട്ട് മേക്ക് എനി സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ മിസ്റ്റേക്സ്. So spelling and grammar is very important. Always check your spelling and grammar. Fine. പിന്നെ നമ്മൾ ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് സ്പെൻഡിങ് ടു മച്ച് ടൈം ഓൺ വൺ സിംഗിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിൽ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്? ടോട്ടൽ 40 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആൻഡ് ദ ടോട്ടൽ ഡ്യൂറേഷൻ ഇസ് 60 minutes. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യന് എത്ര ടൈം കൊടുക്കാൻ പറ്റും? The maximum time you can give for a single question is 1.5 minutes. അതിൽ കൂടുതൽ നമ്മൾ ഒരു ക്വസ്റ്റ്യന് വേണ്ടി സ്പെൻഡ് ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത്? We will
ലൂസ് ടൈം ഫോർ ദ റിമൈനിങ് ക്വസ്റ്റ്യൻസ് ഓൾസോ. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ നമുക്ക് ടഫായി തോന്നി, പക്ഷെ നമ്മൾ അതിനുവേണ്ടി ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഇതിനെ ഫോളോ ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും, പക്ഷെ അതിനും കൂടെ ഉള്ള ടൈമാണ് നമ്മൾ കളയുന്നത്. സോ നെവർ എവർ സ്പെൻഡ് ടു മച്ച് ടൈം ഓൺ എ സിംഗിൾ ക്വസ്റ്റ്യൻ. സോ ഇഫ് യു ആർ നോട്ട് ഗെറ്റിംഗ് എൻ ആൻസർ, സ്കിപ്പ് ദ ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യുക, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. നെഗറ്റീവ് മാർക്സ് ഒന്നും ഇല്ലല്ലോ IELTS-ൽ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാർക്ക് ഏതായാലും ലൂസ് ചെയ്യുന്നില്ല. വീണ്ടും നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ വീണ്ടും വന്ന് ചെക്ക് ചെയ്യാം. അല്ലാതെ ഒരു ക്വസ്റ്റ്യന് ഒരുപാട് ടൈം കളയാതിരിക്കാൻ നോക്കുക. എപ്പോഴും അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. ഓൾവേസ് ടൈം ബൗണ്ട് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇനിഷ്യലി നമുക്ക് പാടായി തോന്നും, പക്ഷെ പിന്നീട് ടൈം ബൗണ്ട് ആയിട്ട് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് വരാൻ പോകുന്നത്. ഫൈൻ. പിന്നെ വെരി ഇമ്പോർട്ടൻറ്റ്, ദ ഫോർത്ത് മിസ്റ്റേക്ക് ദാറ്റ് മോസ്റ്റ് സ്റ്റുഡൻസ് മേക്ക് ഈസ് റിലൈയിങ് ഓൺ യുവർ ജനറൽ നോളജ്. ഓക്കെ, നമുക്ക് പല വിഷയങ്ങളെക്കുറിച്ചും നമുക്ക് പ്രയർ നോളജ് ഉണ്ടായിരിക്കും, ബട്ട് യുവർ പ്രയർ നോളജ് ഷുഡ് നോട്ട് ബി അപ്ലൈഡ് ഇൻ യുവർ റീഡിങ് ആൻസേഴ്സ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ടുള്ള സ്റ്റുഡൻ്റ് ആണ്. നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് വളരെ നല്ല ജ്ഞാനമുണ്ട്. ആൻഡ് പാസേജിൽ ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് ഭയങ്കര വേഗായിട്ടാണ് കൊടുത്തിരിക്കുന്നത്, ഒന്നും ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടില്ല. ആൻഡ് ഇഫ് യുവർ ക്വസ്റ്റ്യൻ ഇസ് ട്രൂ ഫോൾസ് നോട്ട് ഗിവൻ, നിങ്ങളപ്പം ഇതിൽ ശരിക്കും ആൻസർ വരേണ്ടത് നോട്ട് ഗിവൺ ആയിരിക്കും, കാരണം അത് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആൻസർ നോട്ട് ഗിവൺ ആണ്. പക്ഷേ നിങ്ങളുടെ പ്രയർ നോളജ് വെച്ചിട്ട് നിങ്ങൾക്കറിയാം ദ ആൻസർ ഇസ് ട്രൂ. അതായത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇത് ട്രൂ ആണ്, നമ്മളുടെ സ്റ്റേറ്റ്മെൻറ്റ് ശരിക്കും ട്രൂ ആണ്. പക്ഷേ ആസ് ഓഫ് ദ പാസേജിൽ അത് ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ എന്താണ്, നിങ്ങളുടെ ആൻസർ അവിടെ ട്രൂ അല്ല, അവിടെ നോട്ട് ഗിവൺ തന്നെയാണ് വരേണ്ടത്. അതായത് IELTS is not checking your general knowledge. It is checking your ability to read and comprehend the reading passage. നിങ്ങൾക്ക് ഓൾറെഡി തന്നിരിക്കുന്ന പാസേജ് വായിച്ച് മനസ്സിലാക്കാനുള്ള നിങ്ങളുടെ കഴിവാണ് IELTS ടെസ്റ്റിൽ ടെസ്റ്റ് ചെയ്യുന്നത്, അല്ലാതെ നിങ്ങളുടെ പ്രയർ നോളജ് അല്ല. അപ്പോൾ ഒരിക്കലും നമ്മൾക്കുള്ള പ്രയർ നോളജോ ഒന്നുമല്ല നമ്മൾ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. പാസേജിൽ എന്താണോ കൊടുത്തിരിക്കുന്നത് അത് തന്നെ വേണം ആൻസർ ആയിട്ട് എഴുതാൻ. ഓക്കെ, സോ നെവർ യൂസ് ദാറ്റ്. ഓൾവേസ് റൈറ്റ് യുവർ ആൻസേഴ്സ് based on the passage. Very important. പിന്നെ ഒരുപാട് ടൈം വേസ്റ്റ് ആവാനുള്ള വേറൊരു കാര്യമാണ് ഇത്, റീഡിങ് എവറിത്തിങ് ഇൻ ഡീറ്റെയിൽ, എവറി ക്വസ്റ്റ്യൻ ഡീറ്റെയിൽ. സി, നമ്മളുടെ റീഡിങ് പാസേജിൽ എല്ലാ ക്വസ്റ്റ്യൻസിനും ഇൻറ്റൻസീവ് റീഡിങ് ഈസ് നോട്ട് റിക്വയർഡ്. ഇറ്റ് ഈസ് നോട്ട് മാൻഡേറ്ററി. ചില ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആയിട്ട് നമുക്ക് സ്കിമ്മിങ് ആൻഡ് സ്കാനിങ് മെത്തേഡിലൂടെ ആൻസർ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. സോ ഇഫ് യു ആർ സ്പെൻഡിങ് എ ലോട്ട് ഓഫ് ടൈം ഓൺ ഈച്ച് ക്വസ്റ്റ്യൻ, ലൈക്ക് ഡീറ്റെയിലായിട്ട് വായിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം അവിടെ പോകും അല്ലേ. അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക. കാരണം ചില ക്വസ്റ്റ്യൻസ്, മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ്, എസ്പെഷ്യലി കംപ്ലീഷൻ ക്വസ്റ്റ്യൻസ് പോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് സ്കിമ്മിങ് ആൻഡ് സ്കാനിങ്ങിലൂടെ പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടും. അപ്പം അത് ചെയ്യുക. സ്കിമ്മിങ് ആൻഡ് സ്കാനിങ് അറിയാമല്ലോ, നമ്മളൊരു പെർട്ടിക്കുലർ പീസ് ഓഫ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ പെർട്ടിക്കുലർ കീവേഡ്സിന് ലൊക്കേറ്റ് ചെയ്യാൻ നോക്കുന്നതാണ് സ്കാനിങ്. ആൻഡ് നമ്മളൊരു ക്വിക്ക് റൺ ഡൗൺ, ആ തന്നിരിക്കുന്ന ഏരിയ ഒന്ന് പെട്ടെന്ന് വായിച്ച് വിട്ട് നോക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് സ്കിമ്മിങ്. സോ ചിലപ്പോൾ ഒരു ക്വിക്ക് റീഡിങ് ഇസ് ഇനഫ് ടു മേക്ക് യു ഗെറ്റ് ദി കറക്റ്റ് ആൻസർ. ചിലപ്പോൾ അതിനൊരു ഇൻറ്റൻസീവ് റീഡിങ് ആവശ്യം വരുന്നില്ല. അപ്പം നമ്മൾ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് റീഡിങ് പാസേജ് വായിച്ചിരിക്കുന്നതും നമ്മളുടെ ടൈം വേസ്റ്റ് ചെയ്യാനുള്ള ഒരു റീസൺ ആണ്. സോ ഇൻറ്റൻസീവ് റീഡിങ് ഇസ് നോട്ട് റിക്വയർഡ് ഇൻ എവറി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. യൂസ് സ്കാനിങ് ആൻഡ് സ്കിമ്മിങ് മെത്തേഡ്സ് ഇൻസ്റ്റെഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ റീഡിങ്ങിൽ വളരെ കോമൺ ആയിട്ട് വരുത്തുന്ന കുറച്ച് മിസ്റ്റേക്സ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. അതെങ്ങനെ അവോയ്ഡ് ചെയ്യാം എന്നും. അപ്പോൾ എപ്പോഴും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പം ഇങ്ങനത്തെ ടിപ്സും ഇങ്ങനത്തെ കാര്യങ്ങളും എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പം നിങ്ങളുടെ റീഡിങ് സ്കോർ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആയി വരും. ഓക്കെ, യെസ്. അപ്പം ഇങ്ങനത്തെ കൂടുതൽ ടിപ്സും കൂടുതൽ കാര്യങ്ങളും ഒക്കെ നമ്മളുടെ വരുന്ന വീഡിയോസിലൊക്കെ നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യും. അതൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഗീവ് എ ലൈക്ക്.